ഹലോ ഗായ്സ്, ഗാർഡൻ സ്റ്റോറീസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ മെയിൻ ഒരു ഐറ്റം എന്ന് വെച്ചാൽ കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമ്മുടെ ലക്കി ബാമ്പു, അതായത് നമ്മുടെ ശാന്തിയുടെയും സമാധാനത്തിന് വേണ്ടി, കുറച്ച് പോസിറ്റീവ് എനർജിക്ക് വേണ്ടി, പിന്നെ ഭാഗ്യത്തിന് വേണ്ടി. അതിൻ്റെ പേര് തന്നെ അത് സൂചിപ്പിക്കുന്നത് അതാണ്, ലക്കി ബാമ്പു. ഭാഗ്യത്തിന് വേണ്ടി വെക്കുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ ലക്കി ബാമ്പു എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സെയിൽ വീഡിയോ ആണ് നമുക്കിന്ന് ഉള്ളത്. അപ്പോൾ നല്ല റേറ്റ് കുറവിനാണ് നമ്മളിന്ന് നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു വീഡിയോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾ പൊതുവേ നഴ്സറികളിൽ നിന്നും പല ഷോപ്പിൽ നിന്നും വാങ്ങുന്നതിനേക്കാളും വില കുറവായിരിക്കും. മിക്കയിടത്ത് നല്ല വിലയുള്ളൊരു വെറൈറ്റിയാണ് ഈ ലക്കി ബാമ്പു. അതേസമയം നിങ്ങൾക്ക് നമ്മൾ നല്ല റേറ്റ്, അതും സെറ്റ് ചെയ്ത പ്ലാന്റ് ആണ്. സാധാ ലക്കി ബാമ്പിൻ്റെ ചിലർ കട്ടിങ്സ് ഒക്കെ കൊടുക്കും, അതേപോലെ ഇന്നലെ നമുക്ക് ഇതേപോലെ ഈ പല ലെയറായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വരുന്ന പ്ലാന്റ്. അപ്പോൾ ആദ്യം നമുക്ക് 2 ലെയറും 3 ലെയറാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് 2 ലെയറിൻ്റെ നമ്മുടെ ലക്കി ബാമ്പു ആണ്. അപ്പം ഈ ഒരു 2 ലെയറിന് നമ്മുടെ റേറ്റ് വരുന്ന 200 രൂപയാണ്. വെറും 200 രൂപയ്ക്കാണ് തരുന്നത്. അപ്പോൾ ഈ ലക്കി ബാമ്പു നിങ്ങൾക്ക് കുറച്ച് വേണമെങ്കിൽ നമ്മുടെ വാട്ടർ ജെല്ലിൽ ഇട്ട് വയ്ക്കാം, അല്ലാതാണെങ്കിൽ വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. അങ്ങനെ ഇടാൻ പറ്റും. നമ്മളിവിടെ വാട്ടർ ജെല്ലും വെള്ളത്തിൽ രണ്ടിലും ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇടാൻ പറ്റുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇതേപോലെ ആയിരിക്കും നമ്മൾ തരുന്നത്. ഇപ്പം ഇവിടെ എങ്ങനെയാണോ പ്ലാന്റ് ഇരിക്കുന്നത് അതേപോലെ ആയിരിക്കും നിങ്ങൾക്ക് നമ്മൾ കൊറിയർ ഷിപ്പ് ചെയ്ത് തരുന്നത്. വേറെ നമ്മളിപ്പം വലിയ പ്ലാന്റാണ്, ചെറിയ പ്ലാന്റ് അങ്ങനെയൊന്നുമില്ല. സെയിം ഏത് പ്ലാന്റ് ആണോ എങ്ങനത്തെ പ്ലാന്റ് ആണോ കാണിക്കുന്നത്. ഇപ്പോൾ 2 ലെയർ എന്ന് പറഞ്ഞാൽ 2 ലെയർ തന്നെ നമ്മൾ അയച്ചു തരും. അങ്ങനെ അപ്പം ഇതാണ് നമ്മൾ 2 ലെയർ കണ്ടത്. ഇനി അടുത്തത് ഇപ്പോൾ ഈ കാണുന്നത് നമ്മുടെ 3 ലെയർ ലക്കി ബാമ്പോ. 3 ലെയറാണ് ഇത് ഉള്ളത്. ഇതിൻ്റെ റൂട്ട് തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നല്ല ഹെൽത്തിയും ബുഷും ആയിട്ടാണ് ഈ പ്ലാന്റ് ഇരിക്കുന്നതെന്ന്. അത്യാവശ്യം നല്ല രീതിയിൽ റൂട്ട് ഓടിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചാൽ വെള്ളത്തിൽ തന്നെ ഇട്ട് വയ്ക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എന്തെങ്കിലും ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പ്രേ ചെയ്തെടുത്താൽ കുറച്ചുകൂടെ ഗ്രോത്ത് കിട്ടും. അങ്ങനെയാണ് നല്ല രീതിയിൽ നമുക്ക് റൂട്ടൊക്കെ ഫോമായി വരുന്നത്. അപ്പം നമ്മൾ വെള്ളത്തിട്ടാൽ കുറച്ചുകൂടെ ഇതിൻ്റെ ഗ്രോത്ത് നല്ല രീതിയിൽ നമുക്ക് കിട്ടും. അപ്പം ഇങ്ങനത്തെ ഇതേപോലത്തെ പ്ലാന്റ് ഇതേപോലെ നമ്മൾ റിബണിട്ട് ടാഗ് ചെയ്ത് നിങ്ങൾക്ക് 3 ലെയറായിട്ടുള്ളതായിരിക്കും. 3 ലെയർ 2 ലെയറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 3 ലെയർ കുറച്ചുകൂടെ ബുഷാണ്, അതായത് കുറച്ചുകൂടെ നല്ല രീതിയിൽ പ്ലാന്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 250 നമ്മുടെ 3 ലെയർ വരുന്നത്. പിന്നെ നമുക്ക് വരുന്ന സ്പൈറൽ. ഈ ഒരു പ്ലാന്റ് നമ്മുടെ സ്പൈറൽ സ്റ്റിക്ക് നമുക്ക് സെയിലായിട്ടുണ്ട്. സ്പൈറൽ സ്റ്റിക്ക് നല്ല ഭംഗിയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ടേബിൾ ടോപ്പായിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അവിടെ സ്റ്റഡി ഏരിയാസിൽ നമ്മൾ പഠിക്കുന്ന സ്ഥലത്തോ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസ് ടേബിളിൻ്റെ മുകളിലോ ഡൈനിങ് ടേബിളിലോ, അല്ലെങ്കിൽ ആരെങ്കിലും ഗസ്റ്റ് വരുന്നതിൻ്റെ ഒരു ഏരിയയിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് നമ്മുടെ ലക്കി ബാമ്പൂസ്. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഇതിൻ്റെ സ്റ്റിക്കാണ്. അപ്പം സ്റ്റിക്കും നമുക്ക് സെയിലായിട്ടുണ്ട്. ഈ സ്റ്റിക്കും ഇതേപോലെ നല്ല നമ്മുടെ ഒരു കൈക്കാലും നല്ല വലുപ്പത്തിനുള്ള സ്റ്റിക്കാണ്. അത് സ്പൈറൽ, മുകൾ ഭാഗം സ്പൈറൽ വന്നിട്ടൊരു എസ് ഷേപ്പ് പോലെയൊക്കെ വന്നിട്ടുള്ള സ്റ്റിക്കാണ്. എസ് അല്ല, ഒരു 2 S ഒക്കെ വരും. ആ രീതിയിലുള്ള ഒരു സ്പൈറലാണ്. പിന്നെ ഇത് വരുന്നത് ബ്രസീലിയൻ വുഡ് എന്ന് പറയുന്നത് പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ അധികം സ്റ്റോക്കൊന്നും വളരെ കുറച്ചുള്ളതാണ്, നമ്മൾ കൂടുതൽ ഇതിലും കാണിക്കാത്തത്. നമുക്ക് മെയിനായിട്ട് വരുന്ന ലക്കി ബാമ്പു തന്നെയാണ്. അതിൻ്റെ 2 ലെയറും 3 ലെയറാണ് മെയിനായിട്ട് ഇവിടെ കാണിക്കുന്നത്. പിന്നെ അടുത്ത വരുന്ന ഇതിൻ്റെയൊക്കെ ഗ്ലാസ് ബൗൾസ് ആണ്. അതായത് ഓരോ ബാമ്പൂസും നമുക്ക് ഇറക്കി വയ്ക്കാൻ പറ്റുന്ന പല ടൈപ്പുള്ള ഗ്ലാസ് ബൗളുണ്ട്. അതനുസരിച്ച് റേറ്റും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വലിയ സൈസും ചെറിയ സൈസും, അതായത് അതിൻ്റെ വിട്ട് കൂടിയതും ഹൈറ്റ് കൂടിയതും കുറഞ്ഞതും, അങ്ങനെ പല ടൈപ്പാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ലക്കി ബാമ്പു ഇറക്കി വെച്ചിട്ട് കുറച്ച് വെള്ളം, അല്ലെങ്കിൽ നമ്മുടെ വാട്ടർ ജെല്ല് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കല്ല്, ഒന്നേ നമുക്ക് പല കളറിലുള്ള നമ്മുടെ പെബിൾസ് ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വൈറ്റൊക്കെ തന്നെ ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് നിൽക്കും, നല്ല ഭംഗിയായിരിക്കും കാണാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റിയ ഓപ്ഷൻ. നമുക്ക് ഗിഫ്റ്റിന് ഒരുപാട് എൻക്വയറി വരുന്നുണ്ട്. ലക്കി ബാമ്പൂസൊക്കെ മിക്കവരും ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതാണ്. ഈ ചെടിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഗിഫ്റ്റായിട്ട്, അത് ചെറിയൊരു ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ലക്കി ബാമ്പു. അപ്പോൾ ഗിഫ്റ്റായിട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ നിങ്ങൾക്ക് ലക്കി ബാമ്പു മാത്രമല്ല, വേറെ ഏത് പ്ലാന്റ് വേണമെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ പ്ലാന്റ് കണ്ടോ, ഈ ഒരു പ്ലാന്റ് അപ്പം നമ്മൾ ജസ്റ്റ് ആ പോട്ടിൽ വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ്. പോട്ടിലെന്ന് വെച്ചാൽ നമ്മുടെ ഗ്ലാസ് ബൗളിൽ എത്രത്തോളം ഭംഗിയായിരിക്കാം. ഗ്ലാസ് ബൗളിൽ വെക്കുമ്പോൾ കുറച്ചുകൂടെ ആ പ്ലാന്റിൻ്റെ ഭംഗി നമുക്ക് എടുത്തറിയാൻ പറ്റും. നമ്മൾ നേരിട്ട് കാണുന്നതിനേക്കാളും കുറച്ചുകൂടെ ഭംഗിയാണ് നമ്മൾ ആ ഒരു ബൗളിൽ വയ്ക്കുമ്പോൾ. കണ്ടോ, ഇതിൽ കുറച്ചുകൂടെ നമ്മുടെ ഒരു കല്ലും കൂടെ, അതായത് കുറച്ച് നമ്മുടെ കളർ കല്ലുകൾ അല്ലെങ്കിൽ നമ്മുടെ വെള്ള കല്ലും കൂടെ ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു പ്ലാന്റ് കാണാൻ. അപ്പം ഇതൊക്കെയെന്ന് വെച്ചാൽ ഇതിനി അടുത്ത കാണുന്ന ഈ 3 ലെയറാണ്. ഈ 2 ലെയറിനെ വെച്ച് നോക്കുമ്പോൾ 3 ലെയർ കുറച്ചുകൂടെ നല്ല രീതിയിൽ നമുക്ക് പ്ലാന്റ് ഉണ്ട് എന്ന് വെച്ചാൽ നല്ല വണ്ണവും ഉണ്ട്, അതേപോലെ തന്നെ കുറച്ചുകൂടെ ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ്.
ത്രീ ലെയർ ഈ ഒരു ഗ്ലാസ് ബൗളിൽ 3 ലെയർ കാണാൻ എന്ത് ഭംഗിയാണ്, നല്ല രസമായിട്ടാണ് നമുക്കിവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്കുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് അയക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ഏത് വേണമെന്ന് പറയാം, 2 ലെയറോ 3 ലെയറോ സ്പൈറലോ ഏത് വേണമെന്ന് പറയാം, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചു തരാം. എങ്ങനെ വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും, കൊറിയറായിട്ട് അയക്കും. അപ്പം പിന്നെ ഇതൊക്കെ നമുക്ക് ഈ ലക്കി ബാമ്പു എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് കുറച്ച് ഭാഗ്യം കിട്ടുന്ന പ്ലാന്റ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. പിന്നെ ഇത് ഈ കാണുന്നതൊക്കെ അതിൻ്റെ 4 ലെയർ ആണ് കേട്ടോ, 4 ലെയർ ആണ്, കുറച്ചുകൂടെ ബുഷായിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പം നമുക്കിത് നമ്മൾ പഠിക്കുന്ന സ്ഥലത്തൊക്കെ വെച്ച് നമുക്ക് കുറച്ച് പോസിറ്റീവ് എനർജി ആയിട്ട് കിട്ടും. പിന്നെ നമ്മൾ ഓഫീസിൽ അതൊക്കെ വെച്ച് നല്ല രസമായിരിക്കും. ഇപ്പം നമ്മൾ ചിലരൊക്കെ മണി പ്ലാന്റ് ഒക്കെ വെക്കുമല്ലോ, അതിനേക്കാളും കുറച്ചുകൂടെ ഭംഗിയായിരിക്കും ഈ ലക്കി ബാമ്പു വെക്കുന്നതാണ്. അപ്പോൾ കാണാൻ ആ ഒരു ഗ്ലാസ് ബൗളിൽ ഇരിക്കുന്നതും പ്രത്യേക ഭംഗിയാണ്. അപ്പം നമ്മൾക്ക് ഇതൊക്കെ നമുക്ക് സെയിലിനുള്ളത്, അതായത് നമ്മുടെ 3 ലെയർ ഉണ്ട്, 2 ലെയർ ഉണ്ട്. അപ്പം നമുക്ക് 200, 250 ഈ 2 റേറ്റാണ് വരുന്നത്. ഇതൊക്കെ കണ്ട് ഇതേപോലെ ഈ ഗ്ലാസ് ബൗളിൽ കുറച്ച് പെബിൾസൊക്കെ ഇട്ട് നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇതൊക്കെ നമ്മുടെ സ്പൈറൽ ടൈപ്പ്. അപ്പോൾ ഈ 2 ലെയറും 3 ലെയറും വരുന്നുണ്ട്. അപ്പോൾ 2 ലെയറിന് നമുക്ക് 200ഉം 3 ലെയറിന് നമുക്ക് വരുന്ന 250, ജസ്റ്റ് ഒരു 50 രൂപയുടെ വ്യത്യാസമാണ് വരുന്നത്. പിന്നെ 4 ലെയറും പിന്നെ അല്ലാതെ സ്റ്റിക്കൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അല്ലാതെ മെസ്സേജ് അതനുസരിച്ച് ഞങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. കാരണം നമുക്ക് അതൊക്കെ കുറച്ച് സ്റ്റോക്കാണുള്ളത്, കൂടുതൽ നമുക്കിതാണ് ഉള്ളത്. അതാണ് നിങ്ങൾക്ക് റേറ്റ് കുറവിന് നമ്മൾ ഇത്രയ്ക്ക് തരാൻ പോകുന്നത്. കാരണം നിങ്ങൾക്ക് എവിടെ നോക്കിയാലും അത്യാവശ്യം റേറ്റ് ഉണ്ട്, അതേ സമയത്ത് നിങ്ങൾക്ക് റേറ്റ് കുറച്ചാണ് നമ്മൾ തരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ചുള്ള സ്റ്റോക്കാണ് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്, ഇതിലേക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് അയയ്ക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.